നമ്മുടെ ബുദ്ധി, ബോധം, കഴിവ്, സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില സമയത്ത് ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നതാണ്, ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. എന്താ കാര്യം? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത്, ബട്ട് ബൈ ഗ്രേസ് എന്ന്. നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. അസ്തമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താണ്? ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി. ദൈവത്തെ എന്താണ്? ഞാൻ ആൾക്കാർ വഴിമുട്ടി, അളമുട്ടി, ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രീ ആണ്. എന്താ നിങ്ങളെ ആസ്തിഭദ്രകൾ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ഇത് കംപ്ലീറ്റ് ഇനി ദൈവം തന്നെയാണ്. ദൈവമല്ല വേറെ ചെയ്യാനില്ല, ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങളെ അവകാശമാക്കുമെന്ന് പറഞ്ഞ് അടുത്ത് ചില സമയത്ത് അങ്ങനെ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അധ്വാനിച്ച കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയെന്ന് വരത്തില്ല. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവരുടെ ഔദാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും ഹ്യൂമിലിറ്റി, നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം.